കേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നൽകിയ DPR റെയിൽവേ ബോർഡ് പരിശോധിച്ചു വരികയാണെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ. റെയിൽവേയുടെ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചു. Airline is already sanctioned, so detailed survey is going on. In that also land acquisition is involved. So the land acquisition is over, it will take 2 years, but land acquisition itself in Kerala takes 2 to 3 years. Plus we are also developing a new terminal at Nemam, which is south of Trivandrum. So Nemam is going to be commissioned by March 26. കേരളവുമായി ബന്ധപ്പെട്ട് നടപടികൾ ട്രാക്കിലാണ് എന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. റെയിൽവേ തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറും. അതോടൊപ്പം തന്നെ സംസ്ഥാനം നൽകിയ DPR റെയിൽവേ ബോർഡ് പരിശോധിച്ച് വരികയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, ഇന്ന് MP മാരുമായി നടത്തിയ യോഗത്തിലും ഇക്കാര്യം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ പറഞ്ഞു, പിന്നീട് വാർത്താ സമ്മേളനത്തിലും കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു. നിലവിൽ ഈ കേരളവുമായി മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടാണ് റെയിൽവേ മന്ത്രാലയത്തിനുള്ളത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല. റെയിൽവേ അതുമായി മുന്നോട്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇന്ന് ജനറൽ മാനേജറുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും സിജു നേരത്തെ ഈ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് ഈ റെയിൽവേ ജനറൽ മാനേജർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്, അതിന് മറുപടിയായി നൽകിയിരുന്നത് റെയിൽ പദ്ധതി ഇപ്പോഴും അതിൻ്റെ പരിശോധനകൾ നടക്കുകയാണ്, DPR-ൻ്റെ പരിശോധനകൾ നടക്കുകയാണ് എന്ന മറുപടിയായിരുന്നു നൽകിയത്. അതിനുശേഷം ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ജനറൽ മാനേജർ വ്യക്തമാക്കുന്നത്, ഇതിൻ്റെ ഈ ആദ്യഘട്ട നടപടികൾ മിക്കവാറും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നൽകും. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന അത്തരം റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ BJP നേതാക്കളും കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഒക്കെ സിൽവർ ലൈൻ പദ്ധതി നടക്കില്ല എന്ന് പറയുമ്പോഴും റെയിൽവേ മന്ത്രാലയം ഇത്തരത്തിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് എന്താണ് നിലവിലെ കറണ്ട് സ്റ്റാറ്റസ് എന്ന ചോദ്യത്തിന് ഇതിൽ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി ദക്ഷിണ മേഖല റെയിൽവേ തന്നെ നൽകുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ റെയിൽ പദ്ധതി അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരു ജോയിൻറ്റ് വെഞ്ചർ പദ്ധതിയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ഒപ്പം സംസ്ഥാനവും തമ്മിൽ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇതിൽ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിൽ ഈ റെയിൽവേ ഭൂമിയിൽ തന്നെ പ്രത്യേക പാത ഉണ്ടാക്കിയിട്ട് വേണം റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ കൂടുതൽ ആകാശ സർവേ ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പൂർത്തിയാക്കി ആയിരിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ദക്ഷിണ മേഖല റെയിൽവേ റിപ്പോർട്ട് നൽകുക. എന്തായാലും നിലവിൽ സിൽവർ ലൈൻ പദ്ധതി ഒരു തരത്തിലും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നടപടികൾ തന്നെയാണ് റെയിൽവേ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും പദ്ധതി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന കാര്യം കൃത്യമായി MP-മാരുടെ യോഗത്തിൽ ഈ ദക്ഷിണ മേഖല ജനറൽ മാനേജർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പഠനങ്ങളും ഒപ്പം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ദക്ഷിണ മേഖല റെയിൽവേയോട് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള മറുപടി ദക്ഷിണ മേഖല റെയിൽവേ അത് കേന്ദ്ര മന്ത്രാലയത്തിന് നൽകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ചില തരത്തിലുള്ള പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൂടി പരിശോധിച്ചായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ജോൺ ബ്രിട്ടാസ് MP തന്നെ നിരന്തരമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നേമം കോച്ച് ടെർമിനൽ. ആ കോച്ച് ടെർമിനലിൻ്റെ പദ്ധതി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് 2026 മാർച്ച് മാസം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നും ദക്ഷിണ മേഖല ജനറൽ മാനേജർ വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ ഇതിന് അനുമതി നൽകുമ്പോൾ ഉണ്ടായിരുന്ന പല പദ്ധതികളും ഒരു മാറ്റം വരുത്തിയുള്ള ഒരു പുതിയ പദ്ധതിക്കാണ് ഇപ്പോൾ നേമം കോച്ച് ടെർമിനൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ അതിൻ്റെ പണിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്. കേരളവുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നൽകിയ DPR കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ സ്ഥലമേറ്റെടുക്കൽ മാത്രമല്ല, വലിയ ദുഷ്കരമായ പദ്ധതിയാണ് അത് എന്ന രീതിയിൽ തന്നെയാണ് ജനറൽ മാനേജർ പറഞ്ഞത്. സർവേ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഏതായാലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്നുള്ള സൂചനയാണ് റെയിൽവേ ജനറൽ മാനേജറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ MP-മാരുമായി നടത്തിയ യോഗത്തിലാണ് റെയിൽവേ മാനേജർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്.